പത്തനംതിട്ടയിലുള്ള റോഷൻ ബ്രോയാണ് എനിക്ക് ഇത്രയും ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നേക്കണേ. അമ്മേ, അയ്യോ, ഇത് ആക്ച്വലി എന്താണെന്ന് അറിയാമോ? ഇതെന്ത് രസമാന്ന് നോക്കി, ഇത് കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. പക്ഷെ നല്ല രസമുണ്ടല്ലേ, മറ്റേ ബോക്സ് പോലെ. എന്തായിരുന്നു എന്നെ പറയുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്ന നമ്മുടെ ആ സംഭവം പോലെ. മോനെ, അയ്യോ, ഞാൻ എൻ്റെ റിലേ പോകണം. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കട്ടായി പോകണം, എനിക്കറിയില്ല. ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുകൂടാതെ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ കണ്ടില്ലേ? അയ്യോ, എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ റോഷൻ ബ്രോ, പത്തനംതിട്ടയിലുള്ള റോഷൻ ബ്രോയാണ് എനിക്ക് ഇത്രയും ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നേക്കണേ. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണിത് എനിക്ക് ഇങ്ങനെ ഇതുപോലെ ഗിഫ്റ്റൊക്കെ കിട്ടുന്നത്. എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി കാണിക്കാമെന്ന്. ഇത് ഇഷാനും ഐഷബായിക്ക് പിള്ളേർക്കുള്ള ഗിഫ്റ്റാണ്. ഇതിപ്പോൾ എനിക്കിത് PhDക്ക് ജോയിൻ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്ന ഗിഫ്റ്റാണ്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് നിങ്ങളെയും കൂടി കാണിക്കാൻ തോന്നി. അതുമാത്രമല്ല, എന്താ പറയുക, ഭയങ്കര സന്തോഷമുണ്ട്. ഞാനൊട്ട് എക്സ്പെക്റ്റ് ചെയ്തില്ല ഇത്രയും സപ്പോർട്ടിങ് സ്നേഹമുള്ള ആൾക്കാർ, അതായത് എന്നെ സ്നേഹിക്കുന്ന. എനിക്കറിയാം ഓൾറെഡി എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ എനിക്കറിയാം കുറേ പേർക്ക് ഭയങ്കര സപ്പോർട്ടാണ്, ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെയാണ്. പക്ഷേ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ ബർത്ത്ഡേ കൊല്ലം എനിക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല ഗൈസ്. യെസ്, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാൻ ഞാൻ അത് എനിക്കൊന്നും കിട്ടുന്നില്ല. എനിക്ക് എപ്പോഴത്തെ പോലെ അല്ലല്ലോ, മീൻസ് സംസാരിക്കാനൊന്നും മര്യാദക്ക് കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ 1 by 1 ആയിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം വലുതിന്ന് തുടങ്ങണോ ചെറുതിന്ന് തുടങ്ങാം? അയ്യപ്പാ, ജിമ്മിലൊക്കെ പോയി തുടങ്ങി ഗൈസ് 2-3 ദിവസമായിട്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. 1 2 3 4. ഇതെന്ത് രസമാന്ന് നോക്കി, ഇത് കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. നോക്ക് ഗൈസ്. ആഹാ, ഓ മൈ ഗാഡ്, ഇതെന്താണിത്? ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു പുള്ളി ഇങ്ങനെ പറയണ്ടായിരുന്നു, ചുമയുടെ പൊടി വരെ ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്നൊക്കെ കേട്ടോ. ഗെറ്റ് സ്മാർട്ടർ വിത്ത് യുവർ സ്റ്റോറേജ്. ഇതെന്തോ പൊടി എന്തോ സംഭവമാണ്. അത് ഞാൻ പുള്ളിനോട് വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താണെന്ന്. നോക്ക്, പെൻ. എൻ്റെ അമ്മേ, ഓ മൈ ഗാഡ്, ഐ ഗോട്ട് അനദർ വാച്ച്. അടിപൊളി. ബട്ട് ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കുറേ നാളായി ഇതെല്ലാം മേടിച്ച് വെച്ചിട്ട് കേട്ടോ. ഒരുപാട് നാളായി, അതായത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്ന സമയം തൊട്ടേ ഓരോ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ മേടിക്കുന്നുണ്ട്. അപ്പോൾ അതേ നോക്കൂ, ഒരു വാച്ച് കിട്ടിയിട്ടുണ്ട്. പെർഫ്യൂം. പക്ഷേ എനിക്ക് വയ്യ, എന്താ ഞാൻ ചെയ്യുക? ഡയറി മിൽക്ക് ആൻഡ് മൈ ഫേവറേറ്റ് ഗാലക്സി. ആക്ച്വലി ഗാലക്സി എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് കാറിൻ്റെ കിച്ചൺ ഉണ്ട് ഗൈസ്, കാറിൻ്റെ കിച്ചൺ ഉണ്ട്. പിന്നെ കുറച്ച് സ്മൈലീസ്, എപ്പോഴും ചിരിച്ചിരിക്കാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് കുറേ സ്മൈലീസ് വന്നിട്ടുണ്ട്. ഈ റോയൽ എൻഫീൽഡിൻ്റെ കിച്ചൺ, ദിസ് ഇസ് നൈസ്. പിന്നെ കുറച്ച് ഇതെന്താ സംഭവം, മുടിയിലിടുന്ന സംഭവമല്ലേ? മുടിയിലിടുന്ന സംഭവം തോന്നുന്നു. റബ്ബറൊക്കെ ഭയങ്കര ക്യൂട്ട് സാധനങ്ങളാണ് തന്നേക്കണേ. അയ്യോ, എനിക്ക് വയ്യാവേ. എന്തായാലും സംഭവം അടിപൊളിയുണ്ട്. ഇനി നമുക്ക് അടുത്ത ബോക്സ് പൊട്ടിക്കാം. ഇത് ആക്ച്വലി ഭയങ്കര രസമുണ്ട് കേട്ടോ. ഓ മൈ ഗാഡ്. ഇനി നമ്മൾ ഒന്ന് എടുത്ത് വെക്കട്ടെ കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ്. റോഷൻ ബ്രോ, താങ്ക് യു സോ മച്ച്. എൻ്റെ എല്ലാ വീഡിയോസും കാണാറുണ്ട് കേട്ടോ പുള്ളി, എല്ലാ വീഡിയോസും കാണാറുണ്ട്.
പോസം പാട്ടിക്ക് വന്നിരുന്നു. തൃശ്ശൂരിൽ നടന്ന പോസം പാട്ടിക്ക് വന്നിരുന്നു. ഇനിയിപ്പോൾ കൊച്ചിയിൽ നടക്കുന്ന പോസം പാട്ടിക്കും പുള്ളി വരുന്നുണ്ട്. 2 ദിവസവും വന്നു. സാറ്റർഡേ സൺഡേ വന്നു. അത് എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയത്. 2 ദിവസം വന്നു. ഐഷു, എൻ്റെ ഫ്രണ്ട് ഐഷു ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഐഷുവിനോടൊക്കെ സംസാരിച്ചു. അപ്പോൾ ഐഷു ഒക്കെ നെറ്റിപ്പോയി. ഐഷുവിനെയൊക്കെ എങ്ങനെ അറിയാം? ഇതിനകത്ത് എന്താ? എൻ്റെ ഐറ്റംസ്, എൻ്റെ പ്ലേറ്റ് ബോക്സ്. മോനെ അയ്യോ. ഇന്നലെ ഞാൻ ജിമ്മിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഷൂ മേടിച്ചതേ ഉള്ളൂ. ഷൂ നമ്പർ 1. അയ്യോ, സൈസൊക്കെ കറക്റ്റായാൽ മതിയായിരുന്നു. എൻ്റെ അടുത്ത് വിളിച്ച് സൈസൊക്കെ ചോദിച്ചായിരുന്നു. കറക്റ്റായാൽ മതിയായിരുന്നു. ഷൂ നമ്പർ 1. ഷൂ നമ്പർ 2 വൈറ്റ്, എനിക്കിഷ്ടമുള്ള കളറാണ്. ഷൂ നമ്പർ 2. ഓക്കെ. ഈ അയ്യോ അയ്യോ പറഞ്ഞെന്തിനാണെന്നറിയോ? ഇതേ കണ്ടോ, എൻ്റെ മദറേ, ഇതെന്തുവാ ഇത്? ഓ മൈ ഗാഡ്, ലുക്ക് അറ്റ് ദിസ് ഗൈസ്. എനിക്കിനി ഓരോ ദിവസം ഓരോ ക്യാപ്പ് വെച്ച് കിടക്കാം. എൻ്റെ മോൻ അവരുടെ സീന്. എന്തോരം ക്യാപ്പാ ഇതിപ്പോൾ ഞാൻ എണ്ണിത്തീരില്ലല്ലോ. 1 2 3 4 5 6 7 7 8 9 10 11 12 13 14 14 ക്യാപ്പ് ഗൈസ്. റോഷൻ ബ്രോ, ബട്ട് വൈ എന്തിന് ഇത്രയും? ഇത് എനിക്ക് ഒരു 2-3 വർഷത്തേക്കുള്ള ക്യാപ്പായി. ഞാൻ തകർക്കും. ഇത് മങ്കി ക്യാപ്പ്. ദൂരെ അയ്യോ കണ്ടുപോയി. മങ്കി ക്യാപ്പും കിട്ടിയിരിക്കണം. അങ്ങനെ പിന്നെയുണ്ട് കേട്ടോ സ്മൈലി, എപ്പോഴും ചിരിച്ചിരിക്കാൻ. ഓ താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. ഇതെന്തുട്ടാ? ഹെയർ ബാൻഡോ മാസ്കോ, ഹൈ ക്വാളിറ്റി ടോട്ടൽ സ്പോർട്സ് ഹെഡ് ഗിയർ. വണ്ടി ഓടിക്കുമ്പോൾ വയ്ക്കാം. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ. എൻ്റെ പൊന്നെ, ദുബായിൽ ഞാനൊരു ക്യാപ്പ് ഇട്ടായിരുന്നില്ലേ? അയ്യോ, ഇതെന്ത്? 1 2 3 4 5 6 മാൻ. ഓരോ ഡ്രസ്സിനും എല്ലാ ഡ്രസ്സിനും ഞാൻ ഇനി ക്യാപ്പ് വെച്ച് തകർക്കും. എങ്ങനെയുണ്ട്? എപ്പടി? കൊള്ളാമോ? കൊള്ളാല്ലേ? എനിക്ക് സത്യം പറയാലോ, എൻ്റെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല എന്താ പറയണ്ടേ, എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം. കിട്ടുന്നില്ല ഗൈസ്. ഇത് തീർന്നിട്ടില്ല കേട്ടോ. ടീഷർട്ട് ഇന്നലെ ഞാൻ സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു 4 ടീഷർട്ട് എടുക്കണ്ടായിരുന്നു. നോക്ക്, പൊളിച്ച്. എൻ്റെ മോനെ ഷർട്ട്. അയ്യോ, എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യേ. നൈസ്, ആക്ച്വലി നൈസായിട്ടുണ്ട്. എല്ലാ സൈസും എടുത്തിട്ടുണ്ടെന്ന് തോന്നിട്ട്. ലാർജ്, മീഡിയം, എക്സലൊക്കെ. ബട്ട് ദിസ് ഈസ് നൈസ്. താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു. കഴിഞ്ഞില്ല, ഇനിയുണ്ട്. ഇത് ഞാൻ ഒതുക്കി വെക്കട്ടെ ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ കട്ടിൽ തന്നെ ഇരുന്നത്. ഇനി വരാൻ പോകുന്നത് ടീഷർട്ട് തന്നെ. എൻ്റെ പൊന്നെ, ഷർട്ട്. അയ്യോടാ, എന്തോരം ഈ മേടിച്ചു കൂട്ടിയേക്കണേ. എന്തിനാണ് ഇത്രയൊക്കെ മേടിച്ചത്? എനിക്ക് ഇറ്റ്സ് കൂടുതലാണോ എന്നുള്ളൊരു സംശയം. ഇനി ഇത് സീക്രറ്റാണ് പറഞ്ഞു. ഇതെങ്ങനെ തുറക്കണമെന്ന് എനിക്കറിയില്ല. നോക്കാം എന്തായാലും. ആൻഡ് ഹിയർ കം ചോക്ലേറ്റ് ബോക്സ്. കുറേ ഉണ്ട് കേട്ടോ.
ഷുഗർ ഡയറ്റ് എടുക്കാൻ പോയ ഞാനാണ്, സമ്മതിക്കില്ല. ഇതെന്നാ കൊള്ളാം ഗൈസ്, നിങ്ങൾക്ക് വേണോ ഡയറി മിൽക്ക്? അയ്യോ ഇതെന്താ? ആയി സംഭവം കലക്കി. എനിക്കിനി ഇതിവിടെയൊക്കെ വെക്കാം. എൻ്റെ സോറി, ക്യൂട്ട് സാധനങ്ങൾ. അയ്യോ അടിപൊളി ഗൈസ്. കുറേ ചോക്ലേറ്റ് ഉണ്ട് ഗൈസ്. അപ്പം എന്തായാലും ഇപ്പോൾ ചോക്ലേറ്റ് എടുത്ത സ്ഥിതിക്ക് എന്തോർത്ത് പൊത്തിട്ടോ. അപ്പം നമുക്കൊരു ജെല്ലി കഴിക്കാം അല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ ജെല്ലി കഴിക്കണോണ്ട് കിട്ടുള്ളല്ലോ. വേണ്ട, പിന്നെ കഴിക്കാം. അപ്പം ഇത് ചോക്ലേറ്റ് ബോക്സ്. ഇനി ഇത് ഐഷാബായി ഇസ ബേബിക്കുള്ള ഇഷാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു 1-ാം തീയതി. അപ്പോൾ പുള്ളി അന്ന് ഞാൻ പറഞ്ഞില്ല തൃശ്ശൂരുണ്ടായിരുന്നു അദ്ദേഹം. അപ്പോൾ ബർത്ത്ഡേയുടെ സ്റ്റോറി കണ്ടിട്ട് അന്ന് മേടിച്ചതാണ്. ഇഷാനു നിനക്കുള്ള കാറ്. ഇത് ഐഷാബായിക്കും ഇഷലിനും കൂടിയ. ഇഷലിനും അടിപൊളി. ഓ നൈസ്. എല്ലാവരെ കുറിച്ചും അറിയാം കേട്ടോ. ഫുൾ എപ്പോഴും എല്ലാ വ്ളോഗും കാണാറുണ്ട്. എൻ്റെ എല്ലാ ഫ്രണ്ട്സിൻ്റെ പേരും അറിയാം. ഫുൾ അപ്ഡേറ്റഡ് ആണ്. ഇനി ഇതെനിക്ക് എന്താ പറയുക, PhDക്ക് ജോയിൻ ചെയ്തു എന്ന് അപ്പോൾ മേടിച്ചൊരു ഗിഫ്റ്റാണ്. സ്മാർട്ട് വാച്ചാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. സ്മാർട്ട് വാച്ചാണ്. ഒന്ന് പൊട്ടിക്കാം. അയ്യോ ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് അതുകൊണ്ടൊന്നും പറഞ്ഞില്ല. ഓ മൈ ഗാഡ്. സ്മാർട്ട് വാച്ച് ഗൈസ്. എനിക്ക് ആക്ച്വലി ഇഷ്ടമാണ് വാച്ചുകൾ, എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ എൻ്റെ അനിയന്, എൻ്റെ ഫ്രണ്ട് അവൾ എനിക്ക് വാച്ച് തരാതെ എൻ്റെ അനിയനും കൊണ്ടേ വാച്ച് കൊടുത്തു. അപ്പം അന്നേ ഞാനിങ്ങനെ എനിക്ക് വേണം ഒരു വാച്ച് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നു. ഇതെന്താ വരാത്ത? ഇതിങ്ങനെയാണോ? തുറക്കട്ടെ. ഓ സെല്ലോട്ട പൊടിച്ചിട്ട് പിന്നെ തുറക്കണേ. തുറക്ക്, വേഗം തുറക്ക്. അടിപൊളി. Guys, nice color, nice color, dude, nice color. കൊള്ളാം, സംഭവം അടിപൊളിയുണ്ട്, കളറായുണ്ട്. ഹൈവാ നല്ല അടിപൊളി കളർ കേട്ടോ, സ്റ്റാൻഡേർഡ് കളറ്, ഇഷ്ടമായി. ഇങ്ങനെ എടുത്ത് ഇതെങ്ങനെ ഇടണേ? ഓ വെറൈറ്റി ഉണ്ട്. താങ്ക് യു ബ്രോ. ഞാനിതിനൊക്കെ എങ്ങനെ നന്ദി പറയും എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള സംഭവങ്ങൾ. പിന്നെ പുള്ളി ഒരു സംഭവം ചെയ്തത്, എൻ്റെ ഷോർട്സുകളില്ലേ അതിലേറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഷോർട്സുകൾ ഇങ്ങനെ നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 12 ഏറ്റവും ടോപ്പ് ട്രെൻഡിങ് ഒക്കെ ആയിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അതെന്തായാലും കൊള്ളാം, നൈസായിട്ട്. ഇത് ഞാനൊരു സ്റ്റോറി ഇട്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റോറീനെ ബേസ് ചെയ്ത് എന്തോ ഒരു പോം പോലത്തെ ഒരു സംഭവമാണ്. someone is still telling jokes they learn from you. yeah, someone is still. ഞാനൊരു സ്റ്റോറി ഇട്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റോറിയിൽ ബേസ് ചെയ്തിട്ട് പുള്ളി ചെയ്തതാണ്. Hey Rasmin, you might just be a memory on the surface, but underneath there is more. They remember your advice, replay conversations in their mind, and find comfort in things you once shared. And they are always. When you were in that program and when you came out of it, I mean Big Boss, they carry parts of you, your sense of humor, and the way you saw the world,
the calm you brought during chaos, your answers, your silence, your tranquil gaze, and of course your beautiful smile. Yes, I am a fan of it and I insist that it should be there always. എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് എപ്പോഴും ഇത് സ്മൈലിയൊക്കെ തോന്നുന്നു. They carry parts of you, your sense of you. അത് വായിച്ചില്ലേ, sorry, you became part of who they are, shaping them in way that might seem small but may matter deeply, or blah 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 blah. അപ്പോൾ ഒരു ലെറ്ററാണ്. അപ്പോൾ അതാണ്. ഇനി എൻ്റെ അമ്മ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല ആക്ച്വലി. ഇതെങ്ങനെയാണ് തുറക്കുക? ഇത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തതാണ്. പക്ഷേ നല്ല രസമുണ്ടല്ലേ, മറ്റേ ബോക്സ് പോലെ. എന്തായിരുന്നു എന്നെ പറയുന്നത്, സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന നമ്മുടെ ആ സംഭവം പോലെ. കൊള്ളാം, ദിസ് ഈസ് നൈസ്. ഇത് ഉണ്ടാക്കിയതാ തോന്നുന്നു കേട്ടോ. എൻ്റെ മോനെ, വീണ്ടും ടീഷർട്ട്. ഇന്നലെ വെറുതെ ഞാൻ സ്റ്റുഡിയോ പോയി പൈസ കളഞ്ഞു, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഇന്നലെ മേടിച്ചോളൂ ഞാൻ സ്റ്റുഡിയോന്ന് സാധനങ്ങൾ. അമ്മേ, അയ്യോ, ഇത് ആക്ച്വലി എന്താണെന്ന് അറിയാമോ ഗൈസ്? എൻ്റെ ഫോട്ടോ, എൻ്റെ തല. അയ്യോ, ദേ പ്രിന്റഡ് ടീഷർട്ട്, അത് എൻ്റെ തല വെച്ചിട്ട്. എനിക്കെന്നെ ചമ്മലാവണല്ലോ. മോനെ, വെറുതെ സീൻ മോനെ. അപ്പോൾ എനിക്ക് വയ്യാട്ടോ, ഫുള്ള് എൻ്റെ ഫോട്ടോസാണ്. ഇതെൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ അല്ലേ ഗൈസ്? എൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ. എൻ്റെ പൊന്നെ, അയ്യോ, മൈൽസ് ടു ഗോ. നല്ല രസമുണ്ട് കേട്ടോ, ആക്ച്വലി ക്യൂട്ടായിട്ടുണ്ട്. അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷമാവണം. നൈസ്, ദിസ് ഈസ് മൈ ഫേവറേറ്റ് ഫോട്ടോ. ഇതാണ് എൻ്റെ ആക്ച്വൽ ഫേവറേറ്റ് ഫോട്ടോ. ഇത് പൊളി, അടിപൊളി അടിപൊളി. എൻ്റെ അമ്മ, നമ്മൾ ഓപ്പൺ ചെയ്തു. ഇനിയുണ്ട് കേട്ടോ, കഴിഞ്ഞിട്ടില്ല. ഇതെന്തത്? ഇതിനൊരു അന്ത്യമില്ലേ മാൻ? ഇത് ജസ്റ്റ് നോർമൽ ടീഷർട്ടാണെന്ന് തോന്നണം. അത് ജസ്റ്റ് നോർമൽ ടീഷർട്ടാണ് ഗൈസ്. ഞാൻ ഇന്നലെ പോയി സ്റ്റുഡിയോന്ന് ഡ്രസ്സ് മേടിച്ചോളൂ. ഒരു വാക്ക് പറയുന്നതിന് ഞാൻ പോയി മേടിക്കില്ലായിരുന്നു. ഓക്കെ, അങ്ങനെ അതെ, രണ്ടെണ്ണം കൂടിയുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടോ തുറക്കാൻ? ഇനിയൊന്നുമില്ലല്ലോ. അമ്മേ, ഓക്കെ, ഇനിയൊന്നുമില്ല. അയ്യോ, ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഇത്രയുണ്ട്. അയ്യോ, സോ ദിസ് ഇസ് സംതിങ് എനിക്ക് എന്താ പറയുക, ഞാൻ എന്താ പറയുക, ഇമാജിൻ ചെയ്തിട്ടില്ല. ഇങ്ങനെയൊക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ട് ബാക്കിയുള്ള വീഡിയോസിലൊക്കെ. ഇപ്പോൾ കുറേ പേർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും എനിക്കിങ്ങനെയൊക്കെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ ഒരാൾ തന്നെ ഇത്രയും ചെറുതായിട്ടൊന്ന് കട്ടായിപ്പോയി ഗൈസ്. അപ്പോൾ ഒരാൾ തന്നെ എനിക്ക് ഇത്രയും ഗിഫ്റ്റൊക്കെ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. പക്ഷേ ഞാൻ എൻ്റെ റിലേ പോകണം, മീൻസ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കട്ടായി പോകണം. എനിക്കറിയില്ല, ചിലപ്പോൾ സന്തോഷം കൊണ്ടായിരിക്കാം. ദിസ് ഈസ് സംതിങ് വെരി ഹ്യൂജ് തിങ്, അല്ലെങ്കിൽ എന്താ പറയുക, ശരിക്കും ഭയങ്കര സംഭവട്ടോ ഇത്. എനിക്ക് ഫാൻസിൻ്റെ ഒരു ഇത് അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും ഒരു വലിയൊരു ഫാനാണ്, സായി പല്ലവിയുടെ വലിയൊരു ഫാനാണ്. അപ്പോൾ സായി പല്ലവീനെ അത് സായി പല്ലവി അത് വേറെ കാര്യം കേട്ടോ, അത് സായി പല്ലവി, ഇത് വെറും റസ്മിൻ ബൈ. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു ഇഷ്ടം ഉണ്ടല്ലോ, നമുക്ക് അവരോട് തോന്നുന്ന ആ ഒരു ഇഷ്ടം, അതിൻ്റെ ഒരു ഫീൽ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ഇവിടം വരെ വന്ന റോഷൻ ബ്രോന് ഒരുപാട് താങ്ക് യു സോ മച്ച്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്കും സന്തോഷമായി എന്ന് വിചാരിക്കണം. എനിക്ക് ഇത്രയും ഗിഫ്റ്റൊക്കെ കിട്ടിയത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ ദി ലവ്. താങ്ക് യു.